ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق، إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ധാരാളം പുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദിനമാണ് വെള്ളിയാഴ്ച. നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് നേരത്തെ വരണം. ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എത്തണമെന്നാണ്. ഇമാം മിമ്പറിൽ കയറിയതിന് ശേഷം വരുന്നവർക്ക് ജുമുഅയുടെ വലിയ ഫള് നഷ്ടപ്പെട്ടു പോകും. കാരണം ജുമുഅക്ക് വരുന്നവരുടെ പേര് രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും
ഇമാം മിമ്പറിൽ കയറുന്നതോടുകൂടി മലക്കുകൾ ആ രേഖകൾ അടച്ചു വെച്ച് ഈ ഖുതുബ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരിക്കുമെന്നും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ഇത് പറഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പറയേണ്ടത്, എന്നാലും മുൻകൂട്ടി പറഞ്ഞത് ഇപ്പൊ തന്നെ വന്നവര് തന്നെ ഒരു ഇബാദത്തിനിരിക്കുന്ന മനസ്സിലല്ല ഇരിക്കുന്നത്. വളരെ അലസമായി, ഇത്രയും അശ്രദ്ധമായിട്ടൊന്നും അല്ല ഒരു ജുമഅക്ക് വന്നാൽ ഇരിക്കേണ്ടത്. കിട്ടിയവര് തൂണ് ചാരി, ചുമര് കിട്ടിയവര് ചുമര് ചാരി, പള്ളിയിൽ അവിടെ അങ്ങനെയല്ല. ആദ്യം വന്നവര് മുന്നിലേക്ക് കയറിയിരുന്നാൽ പിന്നീട് വരുന്നവർക്ക് പിന്നിൽ അങ്ങനെ ഇരിക്കാം. അതുകൊണ്ട് നേരത്തെ വന്നവര്, ആദ്യം വന്നവർ ഇങ്ങോട്ട് മുന്നിലേക്ക് കയറിയിരുന്നാൽ സദസ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രീതി. അതുകൊണ്ട് ആദ്യം വന്നവര്, പുറത്തിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിരുന്നാൽ അത് ഈ പള്ളിയുടെ ഒരു അദബാണ്. ഈ പള്ളിയുടെ അല്ല, അള്ളാഹുവിന്റെ ഭവനങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഒരു അദബ്. അതുകൊണ്ട് എല്ലാവരും, സത്യവിശ്വാസികൾ എല്ലാവരും ഇങ്ങോട്ട് മുന്നിലേക്ക് പള്ളിയുടെ അകത്തേക്ക് കയറി. ഇപ്പൊ AC ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇന്ന് AC ഒന്നും നമ്മൾ ഓണാക്കിയിട്ടില്ലാത്തത് കൊണ്ട് കുറച്ചാളുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാകും, ഒരു നടുവേദനയോ അങ്ങനെയൊക്കെ ഉണ്ടാകും. അല്ലാത്തവരൊക്കെ ഇത് നമ്മളൊരു ആക്ഷേപമൊന്നല്ല, ഒരു കുറ്റപ്പെടുത്തൽ അങ്ങനെയൊന്നും വിചാരിക്കണം. നമ്മൾ അശ്രദ്ധമായി അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധയില്ലായ്മ, അത്ര ഇതിനൊക്കെ ഗൗരവമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഇതൊന്നും ഒരു കുറ്റപ്പെടുത്തലോ ആക്ഷേപമായിട്ടൊന്നും ആരും കരുതേണ്ടതില്ല. തുടർന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും സഹോദരന്മാർ ഇങ്ങനെ തന്നെ ആദ്യം വരുന്നവർ ഒന്നാമത്തെ സഫ് പൂർത്തിയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെ കെട്ടിക്കൂടെ എന്നാണ്. മലക്കുകള് നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ അണിയായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് നിന്നുകൂടെ എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അവര് കാലിനോട് ചേർത്ത്, തോളോട് ചേർത്ത് ഒന്നാമത്തെ സൊഫ് അങ്ങനെ പിന്നിലേക്ക് സൊഫ് കെട്ടുമെന്നാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും സത്യവിശ്വാസികൾ ഇത് സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, പ്രാർത്ഥന വിശ്വാസികളുടെ അവലംബമാണ്. വിശ്വാസികളുടെ പ്രതീക്ഷയും ആഗ്രഹവും അതുപോലെ തന്നെ അവരുടെ ആയുധവും ഒക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, എല്ലാ തരം വിശ്വാസികൾക്കും, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും, ഏത് രൂപത്തിലുള്ള ആരാധനകൾ ചെയ്യുന്നവർക്കും പ്രാർത്ഥന എന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് ആ പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന ഒരു മനസ്സമാധാനം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പ്രാർത്ഥിക്കുന്ന വിഷയം അതങ്ങനെ തന്നെ സാധിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചു കിട്ടണമോ എന്നൊന്നുമില്ല. അതൊന്ന് മനസ്സ് തുറന്ന് തങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു പ്രാർത്ഥിക്കുന്നതോട് കൂടി തന്നെ വലിയ മനസ്സമാധാനം വിശ്വാസികൾക്ക് ആ പ്രാർത്ഥന കൊണ്ട് ലഭിക്കുമെന്നതാണ്. അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ശരിയായ ദൈവത്തിൽ, ശരിയായ അള്ളാഹുവിൽ, ശരിയായ ഇലാഹിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ഔത്സുക്യം കാണിക്കാൻ സാധിക്കണം. നമ്മൾ യഥാർത്ഥ അള്ളാഹുവിൽ, യഥാർത്ഥ ഇലാഹിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇലാഹായി സ്വീകരിച്ചിട്ടുള്ളത്, നമ്മൾ റബ്ബായി സ്വീകരിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അവൻ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അവൻക്ക് നമ്മളോട് ഉള്ള കാരുണ്യത്തെക്കുറിച്ച്, നമ്മളോടുള്ള കരുതലിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നമുക്ക് അവനോട് പറയാൻ പറ്റുന്ന, അവനോട് ചോദിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന്, എന്തെങ്കിലും ഒരു സഹായത്തിന്, എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് യാതൊരുവിധ പരിധിയുമില്ല. നമുക്ക് നിരുപാധികം അള്ളാഹുവിനോട് എന്തും പ്രാർത്ഥിക്കാം.
അതിന്റെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം അതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന്, അതെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയമില്ല. അത് അള്ളാഹുവിന് വിട്ടുകൊടുത്താൽ മതി. കാരണം നമ്മുടെ വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നാണ്. ആ വിശ്വാസത്തിലാണ്, ആ പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ നമ്മളൊരു കാരണം കണ്ടുവച്ച്, നമ്മളൊരു പരിഹാരം കണ്ടുവച്ച് ആ പരിഹാരത്തിലേക്ക് എന്നെ അടുപ്പിക്കാൻ, അങ്ങനെയല്ല. നമ്മുടെ പ്രശ്നം നമ്മൾ അള്ളാഹുവിനോട് പറയുക, ആ പ്രശ്നത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പരിഹാരം ഉണ്ടാകും. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. സക്കരിയ നബി അലൈഹി സ്വലാം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അദ്ദേഹത്തിന് ഒരു കുഞ്ഞു വേണം, വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റത്താണ്. അവിടുന്ന് പറയുന്നത്, റബ്ബേ എന്റെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയിട്ടുണ്ട്, ഞാൻ ദുർബലനാണ്, എന്റെ മുടി, എന്റെ രോമങ്ങളൊക്കെ നരച്ച് തിളങ്ങുന്നുണ്ട്, ഞാൻ അങ്ങേയറ്റം വൃദ്ധനായിട്ടുണ്ട്. പക്ഷെ നിന്നോട് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് യാതൊരു നിരാശയുമില്ല. ഇനി ഈ വാർദ്ധക്യത്തിൽ എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? അത് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയമല്ല. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഉത്തരം കൊടുത്തപ്പോ സക്കരിയ നബി അലൈഹി ഇസ്ലാം ഒരു സംശയം ചോദിക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാകും? ഞാൻ വൃദ്ധനായിട്ടുണ്ടല്ലോ, എന്റെ ഭാര്യ വന്ധ്യയാണല്ലോ. അപ്പൊ അള്ളാഹു പറയുന്ന മറുപടി അതാണ്, അള്ളാഹുവിന് എല്ലാത്തിനും കഴിയും. നിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് എല്ലാത്തിനും കഴിയും, നിനക്കൊരു കുഞ്ഞിനെ തരാനും കഴിയുമെന്നാണ്. അതുകൊണ്ട് ആ നിലക്ക് അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ്. നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ കൈ ഉയർത്തി നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും അറബിയിലൊക്കെ പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ, കാണാതെ പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ, അതൊക്കെ നല്ല പ്രാർത്ഥനകളാണ്. ഖുർആനിലും ഹദീസിലൊക്കെ വന്ന പ്രാർത്ഥനകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും, പല ആശയങ്ങളും അതിനുണ്ട്, വളരെ സമ്പൂർണമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നമ്മൾ പതിവാക്കണം, അതൊക്കെ കാണാതെ പഠിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. പക്ഷെ അതൊരു ചടങ്ങായി, വെറുമൊരു വായ കൊണ്ട് ഉച്ചരിക്കുന്ന ചില പദങ്ങളായി മാറാതെ നമ്മുടെ ഹൃദയത്തിൽ തട്ടി ഇങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി ഞാനിത് പ്രാർത്ഥിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് തരും, റബ്ബ് അത് തരാൻ സാധിക്കുന്നവനാണ്, അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഈ ഖുതുബ കഴിഞ്ഞിറങ്ങുമ്പോ ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടത്. ഇങ്ങനെയാണ് പൂർവികരൊക്കെ, നമ്മുടെ ഇമാമിങ്ങളൊക്കെ അവരുടെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പ്രാർത്ഥനയുടെ മര്യാദ പറയുമ്പോ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ തങ്ങളുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ അത്യാവശ്യം ചെറിയ കുറുമ്പും വാശിയൊക്കെ ഉള്ള ചെറിയ കുട്ടികള് അവരുടെ മാതാപിതാക്കളോടൊരു കാര്യം ആവശ്യപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ ചോദിക്കണമെന്നാണ്. എന്താണ്? അവരത് കിട്ടുന്നത് വരെ ചോദിക്കും. അത് കരഞ്ഞ് നിലവിളിച്ച് നിലത്ത് കടന്ന് ഉരുണ്ട് എങ്ങനെയാണോ അവനത് നേടിയെടുക്കുക അതുവരെ അവനത് ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതുപോലെ ചോദിക്കണമെന്നാണ്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന വിശ്വാസത്തിൽ, എന്ന ആഗ്രഹത്തിൽ, എന്ന പ്രതീക്ഷയിൽ ചോദിക്കണമെന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് മാതൃക കാണിച്ചു തന്നത്. നമ്മളൊരു ബലിപെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അടുത്ത ദിനങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി നമ്മൾ ധാരാളം കേട്ടുകഴിഞ്ഞു, കേട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ മരണം വരെ ഇതുപോലെയുള്ള മിമ്പറുകളിൽ, വെള്ളിയാഴ്ചകളിലും അല്ലാത്തപ്പോഴുമൊക്കെ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി. കാരണം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാവുന്ന ആയത്തുകളാക്കിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചു. നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅ, നിങ്ങൾക്ക് ഇബ്രാഹിമിൽ ഉത്തമമായ മാതൃകയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും മാതൃകയുണ്ട്. സൂറത്തുൽ മുംതഹനയിൽ അള്ളാഹു അത് 2 തവണയാണ് പറഞ്ഞത്. ഒരായത്തിൽ പറഞ്ഞ് അല്പം കൂടി മുന്നോട്ട് പോയി വീണ്ടും അള്ളാഹു പറഞ്ഞു ഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസന,
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അള്ളാഹു പറഞ്ഞു, ഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അവരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, പരലോകത്ത് വന്ന് തങ്ങളുടെ അധ്വാനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ മാതൃകയുണ്ട് എന്നാണ്. അപ്പൊ ആ മാതൃക സത്യവിശ്വാസികളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിലും നമുക്ക് മാതൃകയുണ്ട് എന്നാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് മാതൃകയുണ്ട്. അവിടുത്തെ ജീവിതം പ്രബോധനം ആരംഭിച്ച് ആ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ ആ ചരിത്രം വളരെ വിശദമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സത്യവിശ്വാസികൾക്ക് അതിൽ മാതൃകയുള്ളത് കൊണ്ടാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടക്കം അള്ളാഹു പറഞ്ഞു, നീ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റി ജീവിക്കണമെന്ന്. അപ്പൊ നമുക്കൊക്കെ അതിൽ മാതൃകയുണ്ട്. അങ്ങനെ വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിലും നമുക്ക് വലിയ മാതൃകയുണ്ട്. അദ്ദേഹം നടത്തിയ 2 പ്രാർത്ഥനകളാണ് ആമുഖമായി ഞാൻ ഓതിവെച്ച ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന, 2 പ്രാർത്ഥന. ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഓതിവെച്ച ആയത്തിലുള്ളത് 2 പ്രാർത്ഥനകളാണ്. ഒന്നാമതായി അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അള്ളാഹുവിനാണ് സർവസ്തുതി. ആ അള്ളാഹു എന്നെ വാർദ്ധക്യത്തിൽ ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും നൽകി എന്നോട് പ്രത്യേകമായി അനുഗ്രഹം ചെയ്ത അള്ളാഹു ആകുന്നു. ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, എന്റെ റബ്ബാകട്ടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവനുമാകുന്നു എന്നാണ്. ഇതാണ് ഇബ്രാഹിം നബിയുടെ ഒന്നാമത്തെ പ്രാർത്ഥന. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്നതാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ് എന്നതാണ് എന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ പ്രാർത്ഥിക്കുന്നത് അൽഹംദുലില്ലാഹ് എന്നാണ്. എന്താ അൽഹംദുലില്ലാഹ്? അള്ളാഹു ഈ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുമ്പോ പ്രാർത്ഥിച്ച് അവസാനം അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 2 സന്താനങ്ങളെ കൊടുക്കുകയാണ്. ഒന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഒന്ന് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം. ആ 2 കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ സന്തോഷം അള്ളാഹിന്റെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, നിനക്ക് സ്തുതി, ഈ വാർദ്ധക്യത്തിലും നീ എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നല്ലോ എന്നാണ്. അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. സത്യവിശ്വാസികളെ, പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടിയതിന്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കണ്ടെത്തണമെന്നാണ്. അൽഹംദുലില്ലാഹ് എന്നത് ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളൊരു ഭക്ഷണം കഴിച്ചു, ഒരു നേരത്തെ ഒരു ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയായി അള്ളാഹു അവനെ സംതൃപ്തിപ്പെടുകയും ചെയ്യുമെന്നാണ്. അൽഹംദുലില്ലാഹ് എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് ചുരുക്കം. പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അൽഹംദുലില്ലാഹ്. ഇനി സ്വർഗത്തിലെത്തിയാലും സത്യവിശ്വാസികളുടെ പ്രാർത്ഥന അതാണ്, വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടുന്ന് പ്രാർത്ഥിച്ച് പരലോകത്തെത്തി തങ്ങളുടെ ഗ്രന്ഥം വലത് കൈയിൽ ലഭിച്ച് സിറാത്ത് മറികടന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവിടെ വെച്ച് സത്യവിശ്വാസികളെ പറ്റി അള്ളാഹു പറയുകയാണ്, വആഖിറു ദഅവാഹും, അവരുടെ അവസാനത്തെ പ്രാർത്ഥന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, ഇന്നൽ ഹംദലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ്. ധാരാളം കാണാൻ പറ്റും. അപ്പൊ അൽഹംദുലില്ലാഹ് എന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. അങ്ങനെ ചോദിച്ച് വല്ലതും കിട്ടിയാൽ, അല്ലെങ്കിൽ ഇതുവരെ ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്.
അപ്പൊ ആ അനുഗ്രഹങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരു അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്കിതിൽ മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും. അള്ളാഹുവേ നീ ഈ വാർദ്ധക്യത്തിൽ എനിക്കെന്റെ കുഞ്ഞുങ്ങളായി ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും കനിച്ചു തന്ന അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയുമെന്ന് അവിടുന്ന് മനസ്സ് നിറഞ്ഞു പറയുമ്പോൾ അതിൽ നമുക്ക് മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം തന്നെയുണ്ട്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരാമെന്നാണ്. വഇദ് തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്, നിങ്ങളോട് നടത്തുന്ന പ്രഖ്യാപനമാണ്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് ചെറുതായി കാണാതിരിക്കാം. എന്നിട്ട് അതിന് അള്ളാഹുവിനോട് അതിന്റെ അർഹമായ രൂപത്തിലുള്ള നന്ദി അള്ളാഹുവിനോട് പ്രകടിപ്പിക്കുക. അത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിന് നന്ദി പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ പ്രാർത്ഥന നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരേ സൂറത്തിലെ തൊട്ടടുത്ത 2 വചനങ്ങളായിക്കൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. എന്റെ രക്ഷിതാവേ, നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളെയും അങ്ങനെ ആക്കണമേ എന്നാണ്. ഇത് ഒരു പ്രവാചകൻ, മഹാനായ പ്രവാചകൻ, ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്റെ രക്ഷിതാവേ, നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്നാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്, നമ്മുടെ ഒരു അവലംബമാണ്, നമ്മുടെ മനസ്സിന്റെ തേട്ടമാണ്, ആഗ്രഹമാണ് അല്ലെ? അപ്പൊ മനസ്സിൽ അങ്ങേയറ്റം കുടികൊള്ളുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ അഭിലാഷമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥനയായി പുറത്തു വരുന്നത്, അല്ലെങ്കിൽ പുറത്തു വരേണ്ടത്. ആ നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാഥന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന തന്റെ ഒരു ആഗ്രഹമാണ്, തന്റെ ഒരു അഭിലാഷമാണ്, മരിക്കുന്നത് വരെ ഞാൻ നമസ്കരിക്കുന്നവനായി ജീവിക്കാനുള്ള തൗഫീഖ് എനിക്ക് കിട്ടണേ എന്ന്. മുഖീമസ്വല എന്ന് പറഞ്ഞാൽ നമസ്കാരം നിലനിർത്തുക. അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന വലിയ വിശദീകരണങ്ങളുണ്ട്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ആ നമസ്കരിക്കുന്നതിന്റെ എല്ലാവിധ ഷർത്തുകളും വാജിബുകളും റുക്നുകളും അതേപോലെ തന്നെ അതിന്റെ സുന്നത്തുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നമസ്കരിക്കാൻ സാധിക്കുക എന്നാണ്. അതാണ് ഇഖാമത്തുസ്വല, അഖീമുസ്വല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അല്ലാതെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് തോന്നുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന പോലെ അതല്ല ഇഖാമത്തുസ്വല. മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു നമസ്കാരമുണ്ട്. അതതിന്റെ കൃത്യസമയത്ത് പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി സ്വഫിൽ നേരെ നിന്ന് അതിന്റെ പൂർണ്ണമായ എല്ലാ റുക്നുകളും എല്ലാ വാജിബുകളും എല്ലാ ഷർത്തുകളും ഒക്കെ പാലിച്ച് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുക. അങ്ങനെ സാധിക്കണേ എന്നാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. നമ്മൾ നോക്കൂ, ഇന്ന് പള്ളിയിലൊക്കെ വന്ന എത്രയോ ആളുകൾ, പള്ളിയിൽ വന്ന് ആളുകൾ കസേരയിൽ നിന്നിട്ടാണ് നമസ്കരിക്കുന്നത്. എന്താണ്? അവർക്ക് സാധിക്കുന്നില്ല. അതൊരു കുറ്റമല്ല, അള്ളാഹു അവർക്ക് വലിയൊരു അളവാണ്. നിൽക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാം, അല്ലാത്തവർക്ക് കിടന്ന് നമസ്കരിക്കാം. അതൊക്കെ അള്ളാഹിന്റെ ഒരു അളവാണ്. യാത്രയിലാണെങ്കിൽ ജമ്മും കസ്റുമാക്കാം. പക്ഷെ സത്യവിശ്വാസികൾ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം, നമ്മൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ പറ്റി, നമ്മുടെ കച്ചവടത്തെ പറ്റി, നമ്മുടെ വീടിനെ പറ്റി നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അള്ളാഹിനോട് പലതും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ മരിക്കുന്നത് വരെ എന്റെ പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നതുപോലെ എനിക്ക് നമസ്കരിക്കാൻ സാധിക്കണേ എന്നതൊരാഗ്രഹമായി നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയ ആ ആഗ്രഹം നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന മുമ്പിൽ വെച്ച് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിലാക്കണേ, എന്നെ മാത്രമല്ല എന്റെ സന്താനങ്ങളെയും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ എന്നാണ് ചോദ്യം.
സത്യവിശ്വാസികളെ, ഇത് നമുക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തായി എടുത്തു കൊടുത്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്കങ്ങനെ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ അതൊരു ആഗ്രഹമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ലെ, ഞാൻ മരിക്കുന്നത് വരെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇപ്പൊ എനിക്ക് നല്ല ഭംഗിയായി സുജൂദ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഞാൻ റുക്കൂ ചെയ്യുന്നുണ്ട്, അത്തഹിയാത്തിന്റെ തശഹുദിന്റെ ഒക്കെ ഇരുത്തം, അത് രണ്ട് ഇരുത്തങ്ങളും വേറെ വേറെ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ മരണം വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ എനിക്ക് സാധിക്കുമോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു തൗഫീഖിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സത്യവിശ്വാസികളെ, നമസ്കാരം നമുക്കറിയാം, അതൊരു നിസ്സാരമായ കാര്യമല്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അത് നിലനിൽക്കുന്നത് തന്നെ നമസ്കാരത്തിന് വേണ്ടിയാണെന്ന് പറയാം. അള്ളാഹു നമ്മളോട് പറഞ്ഞു, മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമുക്ക് മനപ്പാടമുള്ള ആയത്താണ്. ജിന്നിനെയും ഇൻസിനെയും, അതായത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. നമുക്കറിയാലോ, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ഒരാൾ മുസ്ലിമായാൽ അയാളുടെ ബാഹ്യമായ ഒന്നാമത്തെ അടയാളം നമസ്കാരമാണ്. നമസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിൽ ജമാഅത്തിന് കാണാത്തവരെ മുനാഫിക്കുകളായിട്ടാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ വിചാരിച്ചിരുന്നു എന്നാണ്. തുടർച്ചയായി ജമാഅത്തിന് കാണാത്തവരെ പറ്റി ഞങ്ങൾക്ക് ചില മോശം വിചാരങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാകുമായിരുന്നു. എന്തായിരുന്നു ആ വിചാരം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞത്, അവർക്ക് നിഫാഖുണ്ടോ, അവർ മുനാഫിക്കുകളായോ എന്ന് ഞങ്ങൾ അവരെ പറ്റി വിചാരിക്കുമായിരുന്നു എന്നാണ്. അപ്പോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം. അത് അതിന്റെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളത്. അപ്പൊ അതൊരു ആഗ്രഹമായി നമ്മൾ മരിക്കുന്നത് വരെ ഈ നമസ്കാരം ഇങ്ങനെ നിർവഹിക്കാൻ സാധിക്കുന്നവരാകണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹം നിലനിർത്താൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മൾ നേരത്തെ പറഞ്ഞു, വാർദ്ധക്യത്തിൽ അങ്ങേ അറ്റത്തെത്തിയപ്പോഴാണ് മക്കളെ കിട്ടിയത്. അതിന്റെ ശേഷമാണ് ഈ പ്രാർത്ഥന. മക്കളെ കിട്ടിയത് തന്നെ അങ്ങേയറ്റം വൃദ്ധനായി മാറിയതിന്റെ ശേഷമാണ്. ആ മക്കളെ കിട്ടിയതിന് ശേഷം ആ മക്കളെ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൽ സ്തുതി പറഞ്ഞുകൊണ്ട്, എന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്, എന്നെയും എന്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി തരണമേ എന്ന്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഞാനും നിങ്ങളും ആലോചിക്കണം, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നമ്മൾ നമസ്കാരം നിലനിർത്തുന്നുണ്ടോ? നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ പരിശ്രമിക്കാനും ആ ആഗ്രഹമുണ്ടാകാനും അതിന്റെ തൗഫീഖ് ലഭിക്കാനും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നമസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അള്ളാഹുവിന്റെ വഅദയാണ്, അള്ളാഹുവിന്റെ കരാറാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മ്ലേച്ഛ വൃത്തികൾ, തോന്നിവാസങ്ങൾ, അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നാണ്. നമ്മൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണെങ്കിൽ തിന്മകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ വഅദയാണ്. കൃത്യമായി നമസ്കരിക്കുന്നവർ അവർ സ്വർഗാവകാശികളായി മാറാൻ കൂടുതലൊന്നും വേണ്ട എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ, നമുക്കൊരു പ്രായം വരും, അല്ലെങ്കിൽ നമുക്ക് വല്ല രോഗവും വരും. ഇന്ന് നമ്മൾ മനസ്സാഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ബാങ്ക് കേട്ടാൽ നമുക്ക് പള്ളിയിലേക്ക് നടന്നോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലൊക്കെ വരാൻ സാധിക്കുന്നു. പക്ഷെ ഇങ്ങനെ വരാൻ സാധിക്കാത്ത ഒരു കാലം ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. ഒരു രോഗം കാരണമോ അല്ലെങ്കിൽ നമ്മളുടെ വയസ്സ് മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ വൃദ്ധരായി പോകുമ്പോഴൊക്കെ അങ്ങനെ സാധിച്ചേക്കാം. പക്ഷെ അങ്ങനെ സാധിക്കാതിരിക്കുന്ന ആ കാലത്ത് പിന്നെ പ്രാർത്ഥന കൊണ്ടും പിന്നെ ആഗ്രഹം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഫലം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഈ സമയത്ത് നമുക്ക് എല്ലാം സാധിക്കുന്ന, നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് ശരീരമെത്തുന്ന ഈ കാലത്ത് ഈ അള്ളാഹു കനിഞ്ഞു തന്ന ഈ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഇബാദത്തുകൾ ഭംഗിയായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ആ തൗഫീഖ് നിലനിന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം.
നമ്മൾ എല്ലാ കാര്യങ്ങളും, ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ആഖിറത്തിന്റെ കാര്യവും ചോദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തന്നെ റബ്ബ് ദുനിയാവ് മാത്രം ചോദിച്ച് ആഖിറം മറന്നു പോകുന്നവരെ പറ്റി ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മറിച്ച് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഖൈർ കൊണ്ട, പരലോകത്തും ഞങ്ങൾക്ക് ഖൈർ കൊണ്ട, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഖിറവും ഒരേപോലെ ചോദിക്ക്, ഒരേപോലെ പ്രാർത്ഥിക്ക് എന്നാണ് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം അതേപോലെ പകർത്താൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനയിലും നമുക്ക് ധാരാളം മാതൃകകളുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അള്ളാഹു എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികൾ, ധാരാളമായി പെട്ടെന്നുള്ള മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി ധാരാളം അതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ്. ഒന്നും ചെയ്യാനില്ല. ആളുകള് നമ്മൾ പലപ്പോഴും വലിയ നിലക്കുള്ള പുരോഗമനവും സാങ്കേതിക മികവൊക്കെ പറയുമ്പോഴും അപകടങ്ങളുടെ മുമ്പിൽ, ദുരന്തങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതിന് നിന്നുകൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഇതെല്ലാം നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി ഉണ്ട് എന്ന് ലോകത്തെ മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഇന്നിപ്പോ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകൾ ഇതേപോലെ നമ്മളെപ്പറ്റി മറ്റുള്ളവരും കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു ബോധ്യം, ആ ഒരു ഓർമ്മ, യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു മുന്നറിയിപ്പായി തന്നെ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആകസ്മികം, അപ്രതീക്ഷിതം അങ്ങനെയൊന്നുള്ള വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും പറയാൻ പറ്റില്ല എപ്പോ മരിക്കുമെന്ന്, എവിടെ വെച്ച് മരിക്കുമെന്ന്. ഒരു നഫ്സിനും പറയാൻ സാധിക്കില്ല എന്നാണ്. അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും കാര്യമാണ്. അവിടെ വിശ്വാസി അവിശ്വാസി എന്നൊന്നുമില്ല. പക്ഷെ വിശ്വാസികൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അപ്രതീക്ഷിതം അല്ലെങ്കിൽ ആകസ്മികം അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഏതൊരു സമയത്തും നമ്മളെ തേടിയെത്താവുന്ന ഒരു മരണം അത് നമ്മുടെ തൊട്ടടുത്തുണ്ട്. അത് അള്ളാഹു നമ്മളെ അങ്ങനെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ഓടിയാലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അത് അള്ളാഹു ഒരു മുന്നറിയിപ്പായി നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിപ്പോ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമെന്ന് വിചാരിച്ച് ബേജാറായി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് എന്താണ്, എപ്പോ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിച്ചാലും, അള്ളാഹു എപ്പോ നമ്മളെ വിളിച്ചാലും, ഏത് പ്രായത്തിൽ എവിടെ വെച്ച് എങ്ങനെ വിളിച്ചാലും സന്തോഷത്തോടെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. അത്രയൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ചെയ്യാനുള്ള അള്ളാഹു നമ്മളോട് പറഞ്ഞില്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മരിക്കുക എന്നറിയാത്തത് കൊണ്ട് മുസ്ലിമായിട്ടല്ലാതെ ജീവിക്കരുത് എന്നാണ് ചുരുക്കം. അപ്പൊ ഇസ്ലാം നമ്മുടെ ജീവിതത്തെ മുച്ചൂടും നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തിപ്പിക്കുക എന്നതാണ് ഇത്തരം ഈ സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനുമുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്നിങ്ങനെ ക്രമീകരിക്കുക.
ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത്, എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടി അല്ലെങ്കിൽ വീട്ടാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി, ഇന്നിപ്പോ മരിച്ചു വീണാലും എന്നെ പറ്റി എന്നെ തെരഞ്ഞ് എന്റെ കുടുംബത്തിന്, എന്റെ കൂട്ടുകാർക്ക്, എന്റെ ബന്ധുക്കൾക്കൊന്നും അറിയാത്ത ഒരാള് എന്റെ വീട്ടിൽ തെരഞ്ഞു വന്ന് ഇയാൾ ഇത്ര പൈസ തരാണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഞാനും ഇയാളും തമ്മിലുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ച് നമുക്കൊരു ഇടപാടുണ്ടെങ്കിൽ അതിന് ഇസ്ലാം പഠിപ്പിച്ച ചില രീതിശാസ്ത്രങ്ങളുണ്ട്. 2 സാക്ഷികളെ വെച്ച് നമ്മുടെ കുടുംബത്തെയൊക്കെ ബോധ്യപ്പെടുത്തി ഒരു വസിയത്തൊക്കെ എഴുതി വെച്ച്, അങ്ങനെ ഏത് നിലക്കും എപ്പോ വേണമെങ്കിലും മരിച്ചാലും സ്വതന്ത്രനായി ആരോടും ഒരു ബാധ്യതയും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ ഇത്തരം വാർത്തകൾ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഏത് സമയത്തും ഇന്നിപ്പോ നമ്മൾ വേറെ ഒരു 240 ആളെ പറ്റി നമ്മൾ കേൾക്കുമ്പോ നാളെ പറയുന്ന ആ നമ്പറിൽ ഒരുപക്ഷെ ഞാനോ നിങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇതിപ്പോ ഇന്നലെ ആ അപകടത്തിൽപ്പെടുന്ന ആരും അങ്ങനെ ഒരു അപകടത്തിൽപ്പെടുമെന്ന് പ്രതീക്ഷിച്ചല്ല അവരൊന്നും ആ വാഹനത്തിൽ കയറുന്നത്, മറിച്ച് അത് അവരുടെ വിധി. അള്ളാഹു അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു വിധി, ഒരു തീരുമാനം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, നമുക്കത് അറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് എപ്പോഴും അള്ളാഹു വിളിച്ചാൽ, ഏത് സമയത്ത് വിളിച്ചാൽ, ചില പ്രാർത്ഥനകളുടെയൊക്കെ പ്രത്യേകത തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്. ഉദാഹരണത്തിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? ഒരാൾ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി രാവിലെ അത് ചൊല്ലി വൈകുന്നേരത്തിനുള്ളിൽ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ്. വൈകുന്നേരത്തെ ഒരാൾ അത് ചൊല്ലിയ രാത്രി മരിക്കുകയാണെങ്കിലോ, രാവിലെ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് മരിച്ചാൽ അപ്പോഴും അയാൾ സ്വർഗത്തിലാണ്. നമ്മുടെ മരണം ഒന്നുകിൽ രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ രാത്രി ആയിരിക്കും. ഈ 2 സമയത്തല്ലാത്തൊരു സമയം ഇല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി എങ്ങനെ നമ്മളെ പഠിപ്പിച്ചത്? ഒന്നുകിൽ നിങ്ങൾ രാത്രി മരിക്കും അല്ലെങ്കിൽ രാവിലെ മരിക്കും. അപ്പൊ നിങ്ങൾ ഈ രാവിലെ ഈ പ്രാർത്ഥന ചെല്ലണം, വൈകുന്നേരത്തെ ഈ പ്രാർത്ഥന ചെല്ലണം. അപ്പൊ എപ്പോ വേണമെങ്കിലും മരിച്ചു പോയേക്കാവുന്ന, അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോയേക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോ റബ്ബ് വിളിച്ചാലും ഈമാനോടെ, ഇഖ്ലാസോടെ, സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം അപകടങ്ങൾ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ്. രണ്ടാമത്തെ ഒരു കാര്യം ആദ്യം സൂചിപ്പിച്ച പ്രാർത്ഥനയാണ്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയവും നമുക്ക് പഠിപ്പിക്കാതെ വിട്ടു തന്നിട്ടില്ല. വാഹനത്തിൽ കയറുമ്പോ അല്ലെങ്കിൽ വാഹനത്തിൽ കയറി ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ആയത്തായി അള്ളാഹു അത് അവതരിപ്പിച്ചു തന്നു. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അന്നൊക്കെ എന്താ വാഹനം? ഒരു ചെറിയ കഴുത അല്ലെങ്കിൽ ഒരു ഒട്ടകം, ഒരു കുതിര. ആ വാഹനപ്പുറത്ത് കയറിയിരിക്കുമ്പോ പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇത്. എത്ര വലിയ, എത്ര ഗംഭീരമായ വാഹനാണെങ്കിലും ഈ പ്രാർത്ഥന ഫിറ്റാണ്. അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നീ മഹാപരിശുദ്ധനായിരുന്നു. നീ ഇത് കീഴ്പ്പെടുത്തി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കിത് കീഴ്പ്പെടില്ലായിരുന്നു. അല്ലെ, ഒരു ഒട്ടകം അനുസരണക്കേട് കാണിച്ചാൽ ഉണ്ടാകാവുന്ന അപകടം എത്രയാണ്, അല്ലെ? അതെത്ര നിസ്സാരമാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു അളവ്, അതിന്റെ ഒരു തോത് എത്ര ചെറുതാണ്. അതുപോലെയാണ് ഒരു വിമാനം. പക്ഷെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, എന്നിട്ട് അയാൾ മരിച്ചാലും അയാൾ സ്വർഗത്തിലാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മരിക്കൂല എന്നല്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ നിങ്ങൾ മരിക്കൂല എന്നല്ല. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാം. മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ജനിച്ചത് അവൻ മരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ മരിക്കുന്നത്? സ്വർഗത്തിൽ പോവാൻ. വിശ്വാസികൾക്ക് ഉത്തരമുണ്ട്. നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മരിക്കാനും മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുമാണ്. അതുകൊണ്ട് ജീവിതത്തെ ആ നിലക്ക് തന്നെ കാണാനും മനസ്സിലാക്കാനും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാനും നമുക്ക് സാധിക്കണം. ഇത്തരം അപകട വാർത്തകൾ കേൾക്കുമ്പോൾ പേടിച്ചു വറച്ച് ആശങ്കപ്പെട്ട് ആകെ അങ്ങനെയൊന്നുമല്ല, മറിച്ച് ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. നാളെ ഞാനും ഇങ്ങനെയൊക്കെ, എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കാം, അത്ര. അതുകൊണ്ട് സത്യവിശ്വാസികളെ, പ്രാർത്ഥന അത് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അവലംബമാക്കി, നമ്മുടെ ഒരു ആഗ്രഹമാക്കി, നമ്മുടെ ഒരു പ്രതീക്ഷയാക്കി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാക്കി പ്രാർത്ഥനയെ മാറ്റാനും
അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക്, സത്യവിശ്വാസികൾക്ക് അള്ളാഹു നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രായമായ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവർ ഞങ്ങളെ വളർത്തിയതുപോലെ കരുണയോടെ അവരെ പരിചരിക്കാനുള്ള നല്ല മനസ്സ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وصلى الله على نبينا محمد.